ബംഗാളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സുപ്രീം കോടതി ഇടപെടലിലൂടെ നിർത്തലാക്കിയേക്കാം. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേടുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. തട്ടിപ്പ് കൈയോടെ പിടികൂടിയ കോടതി പശ്ചിമബംഗാളിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന നടപടികളിൽ കമ്മീഷന്റെ പ്രാതിനിധ്യം കുറയ്ക്കാനുള്ള ഉത്തരവും കൊടുത്തുകഴിഞ്ഞു. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയാകുന്ന സാഹചര്യത്തിലേക്കാണ് കോടതി ഇപ്പോൾ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിശോധിക്കാൻ ജില്ലാ ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക നിരീക്ഷകരെ നിയമിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രക്രിയയിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുവെന്ന പരാതികൾ വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ജുഡീഷ്യറിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉറപ്പാക്കുന്ന ഈ നിർണായക ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏകപക്ഷീയമായ നടപടികൾക്ക് വലിയൊരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിവാക്കിയ നടപടി പുനഃപരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടതോടെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് വലിയൊരു രാഷ്ട്രീയ വിജയം കൂടിയാണ് ഇവിടെ കൈവന്നിരിക്കുന്നത്. വോട്ടർ പട്ടികയിലെ സുതാര്യത ഉറപ്പാക്കാൻ ജുഡീഷ്യൽ ഓഫീസർമാരെ നിയമിക്കണമെന്ന മമതയുടെ ആവശ്യം കോടതി അംഗീകരിച്ചതോടെ കമ്മീഷന് മമതയുടെ നിലപാടുകൾക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വരുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ബംഗാളിലെ വോട്ടർ പട്ടിക പുതുക്കലിൽ 63.66 ലക്ഷം വോട്ടർമാരെ പൂർണ്ണമായി നീക്കം ചെയ്യുകയും ഒപ്പം 60.06 ലക്ഷം പേരെ അഡ്ജുഡിക്കേഷൻ പട്ടികയിലേക്കും മാറ്റിയിരുന്നു. ഈ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സുപ്രീം കോടതി നിർണായക ഇടപെടൽ നടത്തിയിരിക്കുന്നത്. 62 ലക്ഷം പേരെ അകാരണമായി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെയായിരുന്നു മുഖ്യമന്ത്രി മമതാ ബാനർജി സുപ്രീം കോടതിയെ സമീപിച്ചത്. നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും വോട്ടർമാരെ ബോധപൂർവ്വം ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും മമത കോടതിയിൽ വാദിച്ചിരുന്നു. വോട്ടർമാരുടെ എണ്ണത്തിൽ 8.30% കുറവ് രേഖപ്പെടുത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തൃണമൂലും ആരോപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വിശ്വാസക്കുറവ് അഥവാ ട്രസ്റ്റ് ഡെഫിസിറ്റ് വളരെ വലുതാണെന്ന് നിരീക്ഷിച്ച കോടതി റിട്ടയർഡ് ജുഡീഷ്യൽ ഓഫീസർമാരെയും നിലവിൽ സർവീസിലുള്ള ജഡ്ജിമാരെയും ഈ പ്രക്രിയയുടെ മേൽനോട്ടത്തിനായി നിയമിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ കോടതി ഇത്തരത്തിൽ ഇടപെടുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായ മുർഷിദാബാദിലും മാൾഡിയിലുമാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ അഡ്ജുഡിക്കേഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. മുർഷിദാബാദിൽ മാത്രം 11 ലക്ഷം വോട്ടർമാരും മാൾഡിയിൽ 8 ലക്ഷം വോട്ടർമാരും ഈ ലിസ്റ്റിലുണ്ട്. ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ ജില്ലകളിൽ ഇത്രയധികം പേരെ വോട്ടർ പട്ടികയിലെ സാങ്കേതിക പിശകുകൾ ചൂണ്ടിക്കാട്ടി മാറ്റി നിർത്തിയത് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടെയാണെന്ന് മമതാ ബാനർജി കോടതിയിൽ ചൂണ്ടിക്കാട്ടി. കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയൊരു പ്രഹരമായാണ് വിലയിരുത്തപ്പെടുന്നത്. വോട്ടർ പട്ടിക പുതുക്കാനുള്ള കമ്മീഷന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടുകയും ഒരു ബാഹ്യ നിരീക്ഷക സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്യുന്നത് കമ്മീഷന്റെ സ്വയംഭരണാധികാരത്തിന് നേരെ ഉയരുന്ന ചോദ്യമായാണ് വിലയിരുത്തപ്പെടുന്നത്. മമതാ ബാനർജി ഉന്നയിച്ച വാട്സ്ആപ്പ് കമ്മീഷൻ എന്ന പരിഹാസത്തിന് പിന്നാലെ കോടതി കൂടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കമ്മീഷനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിലെ ഓരോ മാറ്റവും ഇനി കോടതിയുടെയും ജുഡീഷ്യൽ ഓഫീസർമാരുടെയും നിരീക്ഷണത്തിലായിരിക്കുമെന്ന് സാരം. ഇത് തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കാരണം ഒഴിവാക്കപ്പെട്ട വോട്ടർമാരിൽ ഭൂരിഭാഗവും തങ്ങളുടെ ഉറച്ച വോട്ട് ബാങ്കുകളാണെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ അടിയുറച്ച വിശ്വാസം. അതുകൊണ്ട് തന്നെ കോടതി നടത്തിയിരിക്കുന്ന ഇടപെടൽ ബംഗാളിൽ തൃണമൂലിന്റെ ഭാവി ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. വോട്ടർ പട്ടികയിലെ ഈ അനീതിക്കെതിരെ മാർച്ച് 6-ന് കൊൽക്കത്തയിൽ മമതാ ബാനർജി ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ അനുകൂല വിധി വന്ന പശ്ചാത്തലത്തിൽ ഈ ധർണ കമ്മീഷനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും കൂടുതൽ ശക്തമായ രാഷ്ട്രീയ ആയുധമായി മമത ഉപയോഗിക്കും. ബംഗാളിന്റെ മണ്ണിൽ നിന്ന് ഒരു വോട്ടറെ പോലും അന്യായമായി പുറത്താക്കാൻ അനുവദിക്കില്ലെന്ന മമതയുടെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രധാന അജണ്ടയായി മാറും. ഇതോടെ കമ്മീഷൻ എടുത്ത SAR പോലുള്ള പല തീരുമാനങ്ങളും റദ്ദാക്കാനോ തിരുത്താനോ ഉള്ള സമ്മർദ്ദവും ഏറിയിട്ടുണ്ട്. കമ്മീഷൻ സ്വന്തം ഇഷ്ടപ്രകാരം തയ്യാറാക്കിയ വോട്ടർ പട്ടിക ഇനി ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാവുന്നതോടെ അനധികൃതമായി വെട്ടിമാറ്റപ്പെട്ട പേരുകൾ വീണ്ടും എഴുതി ചേർക്കപ്പെടുമെന്നുറപ്പാണ്. നീക്കം ചെയ്ത 63.66 ലക്ഷം പേരുടെ കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ കമ്മീഷൻ ഇപ്പോൾ ബാധ്യസ്ഥരാണ്. ജുഡീഷ്യൽ ഓഫീസർമാരുടെ സാന്നിധ്യം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്വാസമാകും. ആധാർ കാർഡും മറ്റും ഹാജരാക്കിയിട്ടും പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് തങ്ങളുടെ പരാതികൾ നിഷ്പക്ഷമായ ഒരു സംവിധാനത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയാണ് കോടതി ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്. മാതാപിതാക്കളും വോട്ടറും തമ്മിലുള്ള പ്രായവ്യത്യാസം 15 വയസ്സിൽ കുറവാണെന്നൊക്കെയുള്ള സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് 60 ലക്ഷത്തിലധികം പേരെ അനിശ്ചിതത്വത്തിലാക്കിയ നടപടി ജുഡീഷ്യൽ ഓഫീസർമാർ നേരിട്ട് പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളും രാഷ്ട്രീയ താൽപര്യങ്ങളും ജുഡീഷ്യൽ നിരീക്ഷണത്തിലൂടെ തടയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മമതാ ബാനർജിയുടെ ഈ നിയമ പോരാട്ടം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികൾ ഉയരാൻ കാരണമായേക്കാം. കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ മമതയുടെ നിലപാടുകളെ ശരിവെക്കുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ നടക്കാനിരിക്കുന്ന പ്രതിഷേധം കമ്മീഷന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോടതി കൂടി കമ്മീഷനെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ മമതയുടെ മുൻപിൽ മുട്ടുമടക്കാതെ ജ്ഞാനേഷിന് മുൻപിൽ മറ്റ് വഴികളില്ല. നീക്കം ചെയ്ത 63 ലക്ഷം പേരുടെയും നിരീക്ഷണത്തിലുള്ള 60 ലക്ഷം പേരുടെയും കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകണമെന്ന മമതയുടെ ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ദയ കാത്തു കിടക്കുകയാണ്.